മാധ്യമ സുഹൃത്തുക്കൾ ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടാണ് SFIക്ക് ഇന്ന് ഇത്തരത്തിലൊരു സമരം ഏറ്റെടുക്കേണ്ടി വന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതാ നോക്കൂ, തെരഞ്ഞെടുക്കപ്പെട്ട ഒരു MLA പീഡന വീരനാണ് എന്ന് കഴിഞ്ഞ നാളുകളിൽ തെളിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ഇതിന്റെ ആരോപണം ആദ്യഘട്ടത്തിൽ വന്നപ്പോ പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്, ഹൂ കെയേഴ്സ് എന്നാണ് പറഞ്ഞത്. അതെ, രണ്ടാം ഘട്ടമായപ്പോ പ്രിയപ്പെട്ടവരെ, രാഹുലേട്ടൻ കെയർ ചെയ്തിട്ടുള്ള പെൺകുട്ടികളുടെ എണ്ണം എത്രയാണ് എന്ന് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. 1 ആയി, 2 ആയി, 3 ആയി, പിന്നെ അതിന് എണ്ണം കിട്ടാതായിട്ടുള്ള സാഹചര്യത്തിലേക്കാണ് ഇപ്പോ പോയിട്ടുള്ളത് എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, ഒരാൾക്ക് മെസ്സേജ് അയക്കുകയാണ്, ടെക്സ്റ്റ് മെസ്സേജ് അയക്കുന്നു, ഫേസ്ബുക്കിലൂടെ അയക്കുന്നു, വാട്സപ്പിലൂടെ അയക്കുന്നു, ഇൻസ്റ്റാഗ്രാമിലൂടെ അയക്കുന്നു. പണം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന ഗൂഗിൾ പേയിൽ വരെ മെസ്സേജ് അയക്കുന്ന നരമ്പുരോഗിയായി പാലക്കാടിലെ MLA മാറി. ഞങ്ങൾ ഇങ്ങോട്ട് പ്രതിഷേധം നടത്തിയത് നിങ്ങൾ രാജിവെക്കണമെന്ന് മാത്രം പറയാനല്ല, നിങ്ങൾ ഇനി ഈ പാലക്കാടിന്റെ മണ്ണിൽ കാലുകുത്തരുത് എന്ന് പറയാൻ കൂടിയിട്ടാണ്. നിങ്ങൾ നോക്കൂ, ഒരു ട്രാൻസ്ജെൻഡറിനെ അടക്കം പറയാൻ മാനക്കാട് തോന്നുന്ന തരത്തിൽ മൃഗീയമായി പീഡിപ്പിക്കുന്നത് പോലെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണം എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. ഞങ്ങളുടെ സഖാക്കൾ ഇവിടെ വിളിച്ച മുദ്രാവാക്യം കോഴി എന്നുള്ളതാണ്. ഞങ്ങൾ അതിൻ്റെ നേതൃത്വം ആ മുദ്രാവാക്യത്തെ തിരുത്താൻ വേണ്ടി തയ്യാറാവുകയാണ്. കോഴി മനുഷ്യന് ഒരുപാട് ഗുണമുള്ള ജീവിയാണ്. ആടിനും വീടിനും ഈ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന് പോലും ഒരു ഉപകാരവുമില്ലാത്ത ഇവനെ പോലെയുള്ള തെമ്മാടികളെ ആ ജീവിയുടെ പേര് പറഞ്ഞ് അധിക്ഷേപിക്കരുത് എന്ന് ഞാൻ ഈ അവസരത്തിൽ തിരുത്തുകയാണ് പ്രിയപ്പെട്ടവരെ. ഇവൻ ഏറ്റവും പെട്ടെന്ന് രാജിവെച്ച് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ശുശ്രൂഷയ്ക്ക് പോകണം. അതല്ലെങ്കിൽ ഗോവിന്ദച്ചാമിയേക്കാൾ അപകടകരമായിട്ടുള്ള ആളായിട്ട് ഇയാൾ മാറുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഈ പറയുന്നത് പോലെ എല്ലാവർക്കും മെസ്സേജ് അയക്കുന്നുണ്ട്. കോൺഗ്രസ്സുകാരോട് പരാതി പറഞ്ഞാൽ അവരെന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ പരാതി. പാവപ്പെട്ട കോൺഗ്രസ്സുകാർ എവിടെയാണ് പോയി പറയുക? കോൺഗ്രസ്സുകാരുടെ നേതാക്കന്മാരുടെ ഭാര്യമാർക്ക്, കോൺഗ്രസ്സുകാരുടെ നേതാക്കളുടെ മക്കൾക്കുൾപ്പെടെ വലിയ രൂപത്തിൽ ഇപ്പോൾ ഇതുപോലെ മെസ്സേജ് അയച്ചിരിക്കുകയാണ്. അപ്പോഴാണ് AICCയെ ബന്ധപ്പെടാമെന്ന് കരുതുകയും കേന്ദ്രത്തിലേക്ക് പോയി. എന്നിട്ടോ പ്രിയങ്ക ഗാന്ധിയോട് പോയിട്ട് ഒരു പെൺകുട്ടി പരാതി പറഞ്ഞു അത്രേ. അല്ലയോ പ്രിയങ്ക ഗാന്ധി, നിങ്ങൾ വയനാട് MP കൂടിയല്ലേ, കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റും MLAയും ഞങ്ങളോട് ഇങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് പരാതി പറഞ്ഞപ്പോൾ പ്രിയങ്ക ഗാന്ധിക്ക് രാഹുൽ അയച്ച ഒരു മെസ്സേജ് തിരിച്ചു കാണിച്ചു കൊടുത്തു എന്നാ പറഞ്ഞത്. ഹായ് ഡിയർ പ്രിയങ്ക, യു ആർ സോ ബ്യൂട്ടിഫുൾ, യു ആർ സോ ബ്യൂട്ടിഫുൾ എന്നാണ് അത്ര പ്രിയങ്ക ഗാന്ധിയോട് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അങ്ങനെ വലിയ രൂപത്തിൽ നാടിന് അപകടകരമായിട്ട് ഈ രാഹുൽ മാറിയിരിക്കുകയാണ്. ആ ഘട്ടത്തിലാണ് ഇന്നലെ മുതൽ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് ഇന്ന് SFI പ്രതിഷേധം നടത്തിയത്. ഞങ്ങൾ ഇത് ഇവിടം കൊണ്ട് അവസാനിക്കണമെന്ന് തീരുമാനിച്ചിട്ടാണ് വന്നത്. നിങ്ങൾ എന്താ കരുതിയത്? കുറച്ച് പോലീസുകാരെ, ഒരു 10-20 പോലീസുകാരെ ലാത്തിയും കൊടുത്ത് നിർത്തി, ഒരു ജലപീരങ്കിയും വെച്ച്, കുറച്ച് ബാരിക്കാർഡും വെച്ചാ ഞങ്ങൾ വന്ന് സംസാരിച്ച് അവസാനിപ്പിച്ചു പോകുന്ന നിങ്ങളുടെ ബാരിക്കാർഡിനും ജലപീരങ്കിക്കൊന്നും തടുത്തു നിർത്താൻ ഈ സംഘടനയെ പറ്റില്ല കേട്ടോ. ഈ സംഘടനയെ പറ്റില്ല. രാഹുല്, നീ മനസ്സിലാക്കിക്കോ, ബഹുമാനമൊക്കെ പണ്ടേ പോയി. അതുകൊണ്ട് രാഹുല്, നീ മനസ്സിലാക്കിക്കോ, ഇനി പാലക്കാട് മണ്ഡലത്തിൽ, പാലക്കാട് ജില്ലയിൽ നീ കാല് കുത്തണമോ വേണ്ടയോ എന്ന് SFI ജില്ലാ കമ്മിറ്റി തീരുമാനിക്കും. ആ നിലയിലേക്ക് വരും ദിവസം ഞങ്ങൾ പ്രതിഷേധം മാറ്റും. ഞങ്ങൾ ഇവിടെ നിർത്തണമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ നിർത്താൻ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ കുട്ടികളെ നിർത്തി, ഇരിക്കാൻ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ കുട്ടികൾ ഇരുന്നു, കയറി പൊളിക്കാൻ പറഞ്ഞാൽ കുറച്ച് സമയത്തിൽ പുറകിൽ നിൽക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ, KSUവിന്റെ ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെ ഒരാളും അവിടെ ബാക്കിയുണ്ടാവില്ല. ബിൽഡിംഗ്
അപ്പൊ നിങ്ങളിങ്ങനെ കണ്ണുരുട്ടി ഒന്നും പേടിപ്പിക്കണ്ട. നിങ്ങളെ ഒന്നും കാണാത്ത ആളുകളെ അല്ല ഞങ്ങളുടെ ഒരു യൂണിറ്റ് കമ്മിറ്റി ഞങ്ങളുടെ PMG സ്കൂളിലെ കുട്ടികൾ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. അവര് വിചാരിച്ച നേരിടാവുന്നതേ ഉള്ളൂ പാലക്കാട്. അപ്പോഴാണ് കുറെ അണ്ണന്മാർ മുണ്ടും മടക്കി നിൽക്കുന്നത്. അതൊക്കെ പോയി വീട്ടിൽ പോയി കാണിച്ചോ, അല്ലെങ്കിൽ ഈ മാങ്കൂട്ടത്തിനെ കാണിച്ച് അങ്ങേറെ ഒന്ന് നന്നാക്ക്. എന്നാൽ ഈ നാടിനെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവുമല്ലോ എന്ന് മാത്രമാണ് പ്രിയപ്പെട്ടവരെ ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്.